മൈൻഡൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കണ്ടിരിക്കാവുന്ന 3 മോട്ടിവേഷണൽ മൂവീസ്. ഒരു സെയിൽസ്മാനായ നായകൻ തൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നതും എന്നിട്ടും ആ പ്രൊഡക്റ്റ് ഒന്നും വിറ്റു പോകുന്നില്ല. ഇയാൾക്ക് ഭാര്യയും മകനെയും നോക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇയാൾ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നത് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള മൂവിയാണ് 2006 ഇറങ്ങിയ ദ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയായിരിക്കും. ഇത് കാണാത്തവരുണ്ടെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സൂപ്പർ മോട്ടിവേഷണൽ മൂവിയാണ് 2007 ഇറങ്ങിയ ഇൻടു ദ വൈൽഡ്. മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയായിരിക്കും. ഇതിന് പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. ഇയാൾ ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോകുന്നതും പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതും കാടിൻ്റെയൊക്കെ നടുക്ക് ഇയാൾക്ക് താമസിക്കേണ്ടി വരുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു നല്ലൊരു മോട്ടിവേഷണൽ മൂവിയാണ്. മിക്കവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു. സ്പോർട്സ് ബേസ്ഡ് മോട്ടിവേഷണൽ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സൂപ്പർ മൂവിയാണ് 2008 ഇറങ്ങിയ നെവർ ബാക്ക് ഡൗൺ. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ പല സിറ്റുവേഷൻസ് കൊണ്ട് പലരുമായിട്ട് മടിയുണ്ടാക്കേണ്ടി വരുന്നു. അങ്ങനെ ഇവന് ബോക്സിങ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. അവനങ്ങനെ ബോക്സിങ് പഠിക്കാൻ വേണ്ടി ചെല്ലുന്നതും അവിടെ വെച്ച് കോച്ചുമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സൂപ്പർ മൂവിയാണ്. ഇവൻ്റെ വർക്കൗട്ട്സൊക്കെ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ളതാണ്. സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ട് നോക്കുക.